ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് വന്നത് എൻ്റെ ലൈഫ് സ്റ്റോറി കുറച്ചധികം കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈഫ് സ്റ്റോറി പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ അതിൽ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ റിപ്പീറ്റ് ചെയ്തത്. അതായത് ലൈഫ് സ്റ്റോറി 2-ലുള്ള അതേ സംഭവങ്ങളാണ് ഞാൻ 3-ലും പറഞ്ഞിട്ടുള്ളത്. സോറി ഗൈസ്, ഞാൻ ആ വീഡിയോ എന്തായാലും പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്താ പറയുക, എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോസ് ചെയ്യാത്തതുകൊണ്ടൊക്കെ അങ്ങ് മറന്നുപോയി. എന്താ പറഞ്ഞു എവിടെ വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയി. ഇതിനെ ഒന്ന് ഇഗ്നോർ ചെയ്യുക, അത്രയേ എനിക്ക് പറയാനുള്ളൂ. കാരണം വേറൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നിക്കാഹിൻ്റെ ആണ് കേട്ടോ. നിക്കാഹിൻ്റെ വീഡിയോസില്ല, ഫോട്ടോസും അതും ഇതൊക്കെ ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കുക എന്തായാലും. ഇതിൽ കുറച്ചധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ മാത്രമേ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞു, മാഷാ അൽഹംദുലില്ലാഹ്, അടിപൊളി. മാർച്ച് 25 നിക്കാഹ്. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം തന്നെ നമ്മൾ കറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായി കേട്ടോ. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ പതിവാണല്ലോ നമ്മൾ വേഗം കറങ്ങാൻ പോവുക. അങ്ങനെ പിറ്റേ നമ്മളെ വയനാട്ടുകാർക്കാണ് അറിയുന്നുണ്ടാവും, പെട്ടെന്ന് പോകുന്ന കാരാപ്പുഴ. അതേപോലെ തന്നെ ഞങ്ങളും പോയി കാരാപ്പുഴ. അങ്ങനെ കാരാപ്പുഴയിലും പോയി അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ കാരണം മൂപ്പർക്ക് 3 മാസമോ 2.5 മാസം അങ്ങനെ എന്തോ ആണ് ലീവ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ തിരിച്ച് ഖത്തറിലേക്ക് തന്നെ പോകണം. അപ്പോൾ ആ ഒരു സമയം വരെ നമ്മൾ എന്താക്കി ഫുള്ള് കറക്കവും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങാൻ പോകുന്നുണ്ട്, വരുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്, വീഡിയോസ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എവിടെയെങ്കിലൊക്കെ ഞാൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് മൂപ്പർക്ക് പോകാനുള്ള ഡേറ്റ് എടുത്തു. അങ്ങനെ കൊച്ചിയിലായിരുന്നു കേട്ടോ നമുക്ക് ഇത് വന്ന, അതായത് മെഡിക്കൽ കൊച്ചിയിലായിരുന്നു മൂപ്പർക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വിചാരിച്ചു വന്നാൽ എല്ലാവർക്കും കൂടെ അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പോകാനുള്ള പ്ലാനായിരുന്നു കൊച്ചിയിലേക്ക്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാനും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നിക്കാഹല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അപ്പോൾ വീട്ടുകാർ പറഞ്ഞാൽ എല്ലാവരും കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉപ്പ ഉമ്മ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഇറങ്ങിട്ടോ. അവിടുത്തെ ഉപ്പയും ഉമ്മയും പെങ്ങളും ഞങ്ങളൊക്കെ കൂടെ ഇറങ്ങി. അങ്ങനെ ഇവിടെ പച്ചിലക്കാട് എന്നെ കൂട്ടാൻ വേണ്ടി വന്നു. അപ്പോൾ താഴേക്കെന്തോ മഴ എന്തോ ആയിട്ട് വണ്ടി ഇറങ്ങൂലായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് എന്നോട് പറഞ്ഞ് മേലേക്ക്, എൻ്റെ ബ്രദർ നാട്ടിലുണ്ടായിരുന്നു, അപ്പോൾ ഓനോട് മേലേക്ക് ആക്കി തരാൻ വേണ്ടി പറഞ്ഞു, അതായത് ടൗണിലേക്ക് ആക്കി തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി നോക്കുമ്പം വണ്ടിയിൽ പെട്രോൾ കഴിഞ്ഞിട്ട് പച്ചിലക്കാട് കറക്റ്റ് വന്ന് നിർത്തിയിട്ടിക്കാം. എന്നോട് പറഞ്ഞിട്ടില്ല പെട്രോൾ തീർന്നിട്ട് താഴേക്ക് വരാത്തതെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. നോക്കുമ്പോൾ വണ്ടീൻ്റെ പെട്രോളൊക്കെ കഴിഞ്ഞ് നല്ല അസലായിട്ട് അവിടെ ഇരുന്നങ്ങ് ചിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ബ്രദറും ഷനൂക്കിയും കൂടി പോയിട്ട് പെട്രോളൊക്കെ വാങ്ങി തിരിച്ച് വന്ന് വണ്ടിയിൽ അടിച്ച് എന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ എന്താക്കി, അന്നെന്തോ ആർക്കോ ഒരാൾക്കെന്തോ നോമ്പോ കാര്യങ്ങളോ എന്തോ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ രാത്രിയാണ് ഇവിടുന്ന് പോകുന്നത്. രാത്രി ഇവിടുന്ന് തിരിച്ച് അങ്ങനെ പോകുന്ന വഴിക്ക് അനൂക്കാക്ക് പെട്ടെന്ന് ഉറക്കം വന്നിട്ട് എനിക്ക് ഓർമ്മ ഇങ്ങനെ വളവൊക്കെ ഉള്ളൊരു റോഡാണ് കേട്ടോ. പെട്ടെന്ന് അവിടെ നല്ല ഉറക്കക്ഷീണം വന്നിട്ട് എന്തായി, വണ്ടി പെട്ടെന്ന് നമ്മളെ മതിലിനോട് പോയിട്ട് ഇടിക്കാൻ വേണ്ടി പോയി. അന്നേരം ഫ്രണ്ടിൽ ഉപ്പച്ചിയായിരുന്നു ഇരിക്കുന്നുണ്ട്. ഉപ്പച്ചി വേഗം അതിൻ്റെ സ്റ്റിയറിങ് തിരിച്ചതുകൊണ്ട് നമ്മളെല്ലാവരും ഭാഗ്യത്തിന് എന്തോ അന്ന് കഴിച്ചിലായി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തി, മെഡിക്കലും കാര്യങ്ങളൊക്കെ ഇട്ടോ. അതൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കും പോണ്ട എന്നിങ്ങനെ പറയുമെങ്കിലും പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ ഞാൻ ഇങ്ങനെ മെഡിക്കലിൽ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, പഠിച്ചോനെ മെഡിക്കൽ കിട്ടരുതേ, പോണ്ട എന്നുള്ള രീതിക്ക് ഞാൻ അങ്ങനെ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മൂപ്പര് പോയി. പിന്നെ നമ്മൾ സാധാരണ തന്നെ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഫോൺ വിളിയായി, അങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ ആയി. ഉമ്മച്ചി വരാം, ഇവിടെ ഇരിക്കുമോ അത് നമുക്ക് ഓഫ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ പോയതിനു ശേഷം ഫോണിൽ കൂടെയുള്ള വിളിയും പറച്ചിലും നമ്മളെ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണൊക്കെ കംപ്ലൈൻ്റ് ആയി, ഫോൺ വേറെ മാറ്റി, അങ്ങനത്തെ ഒക്കെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂപ്പര് ഒരു 8 മാസം ഏകദേശം ഒരു 8 മാസം എന്തോ ഗൾഫിൽ നിന്നിക്കുള്ളൂ. പിന്നെ ഒരു ജനുവരി ആയ സമയത്ത് ഡിസംബർ ലാസ്റ്റിന് നാട്ടിലേക്ക് വന്ന് ജനുവരി 16 ഞങ്ങളെ കല്യാണം നിശ്ചയിച്ച്. അതായത് കല്യാണം കഴിഞ്ഞതാണ്, നിക്കാഹ് കഴിഞ്ഞതാണ്, എന്നാലും കൂട്ടിക്കൊണ്ടവർ ജനുവരി 16 നിശ്ചയിച്ച്. അതിൻ്റെ ഇടയ്ക്ക് മൂപ്പര് വന്നത് സർപ്രൈസ് ആയിട്ടാട്ടോ. നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഇങ്ങനെ വിളിച്ച സമയത്തൊന്നും പറയുന്നില്ല ഇന്ന് ഞാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അങ്ങനെ എന്നൊക്കെ പുരയിലെത്തി. പിന്നെ എൻ്റെ വൈകുന്നേരം ഉമ്മച്ചി സാധാരണ വീഡിയോ കോള് അവിടുന്ന് നമ്മളെപ്പോഴും വിളിക്കാറുണ്ട്. ഞാൻ ഉമ്മയാണെങ്കിൽ എപ്പോഴും വിളിക്കും. അങ്ങനെ ആ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് പെങ്ങളെ മോളാണോ എന്നറിയില്ല, ഇങ്ങനെ ഫോണ് തിരിച്ച സമയത്ത് എന്നൊക്കെ ഉണ്ട് അവിടെ നിൽക്കുന്നത്. അന്നേരം ആകെ സർപ്രൈസ് ആയി. പിന്നെ വേറെ രക്ഷയില്ല, എന്നോട് പറയല്ലാണ്ട് വേറെ വഴിയില്ല. ഞാൻ കണ്ടു ചെയ്ത് മോള് ഫോൺ തിരിച്ച സമയത്ത് ഞാൻ മൂപ്പരെ കണ്ട്. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഒരു വീട്ടിലേക്ക് വന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പിറ്റത്തെ ദിവസമാണോ അതിന് മുന്നേ ആണോ എനിക്ക് ഓർമ്മയില്ല, ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ കൽപ്പറ്റ പോയിട്ടുണ്ടായി. ഷനൂക്കി ഉണ്ടായിരുന്നു. ആ ഫോട്ടോസൊക്കെ ഞാൻ കൊടുക്കട്ടോ. ഭയങ്കര ഒരു മെമ്മറീസാണ് അതൊക്കെ നമുക്ക്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ അവിടെ കൊടുക്കാം. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി. അവിടുന്ന് ഞങ്ങൾ എന്തെല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെറുതെ തല്ലക്കായി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കൽപ്പറ്റയുള്ള മറ്റേ എന്തോ ഒരു പാർക്ക് ഉണ്ടല്ലോ, ആ പാർക്കിലൊക്കെ പോയി കുറച്ച് നേരം ഇരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ച് വന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം
മാഷാ അല്ലാ ഞങ്ങൾ കല്യാണ ഡേറ്റ് നിശ്ചയിച്ച് ജൂൺ 16 നിശ്ചയിച്ചിട്ടോ. അങ്ങനെ ഏകദേശം നിക്കാഹ് കഴിഞ്ഞിട്ട് 1 വർഷമൊന്നും ആയിക്കില്ല, 1 വർഷത്തിന് എന്തോ അടുത്തായിക്കുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കല്യാണം നിശ്ചയിച്ച് പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുമല്ലോ. പ്രത്യേകിച്ച് എന്നെയും കൊണ്ടുപോകും, കാരണം ഞങ്ങൾ നിക്കാഹ് മുന്നേ തന്നെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്, അത് വേറെ കാര്യം. പിന്നെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ തന്നെയാണ് അധികം, അപ്പോൾ പിന്നെ വേറെ ഒന്നും പറയണ്ടല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയി. ഡ്രസ്സ് നല്ല പക്ഷേ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത്. ആദ്യത്തെ നിക്കാഹ് കഴിയുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന പോലത്തെ ചടപ്പൊന്നും ഇപ്പം ഇതിലുണ്ടാവില്ലല്ലോ. അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്ത് തിരിച്ചു വന്ന് നമുക്ക് വീട്ടിലിടാനുള്ള സാധനങ്ങൾ, ഡ്രസ്സുകൾ, ചെരുപ്പ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ കുറേ ഉമ്മാക്കും ഉപ്പാക്കും എടുക്കേണ്ടത്, അതൊക്കെ പോയിട്ട് വാങ്ങി അതൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിക്കാഹ് കഴിഞ്ഞ സമയം തൊട്ടേ ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടാണ് നമ്മളിവിടെ പച്ചിലക്കാടിന് കൂടോത്തുമൽ റോഡ് എന്ന് പറയും. ആ റോഡിന് ഞങ്ങൾ എപ്പം ഈവനിങ് പോയിട്ട് ഇരിക്കുകയായിരുന്നു. നല്ല മോളല്ലേ, അങ്ങനെ എപ്പോഴും പോയിട്ട് ഇരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് ഫേവറേറ്റ് സ്പോട്ടുകളുണ്ട്, അങ്ങനെ പോയിരിക്കും. അല്ലെങ്കിൽ ചുരത്തിൽ പോയിട്ട് ചായ കുടിക്കുക, ഇതൊക്കെയായിരുന്നു ഞങ്ങളെ മെയിൻ പരിപാടികൾ. അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് പതിവാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ചുരത്തിൽ പോവുക, കുടത്തുമ്മൽ പോയിട്ടിരിക്കുക, നമുക്ക് ഭയങ്കര എന്താ പറയുക, ഇപ്പോഴും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സ്പോട്ടുകളാണ് അതൊക്കെ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടേ മാഷാ അല്ലാ കല്യാണ ഫോട്ടോസ് ഞാൻ എവിടെയെങ്കിലും കൊടുക്കട്ടോ. അതും കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ ചെറുതായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ബാംഗ്ലൂർ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായി. നുക്കാൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ ബാംഗ്ലൂർ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ്, അപ്പോൾ അവരുടെ അടുത്ത് പോയി. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് പിന്നെ നമ്മൾ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായി. പിന്നെ നമ്മളിങ്ങനെ കുറുമ്പാലക്കോട്ട കയറാൻ പോവുക, അങ്ങനത്തെ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ മണാലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ ഏകദേശം മണാലിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ സെറ്റായി. ആ ഒരു സമയത്താണെങ്കിൽ എൻ്റെ ഉമ്മാക്കും സുഖമില്ലാണ്ടായിട്ട് ഓപ്പറേഷൻ വേണം വേണ്ട എന്നുള്ള രീതിക്ക് നിൽക്കുന്നൊരു ടൈം ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളിതിൽ പറയുന്നില്ല, കാരണം നമുക്ക് കുറേയൊക്കെ നമുക്ക് എന്താ പറയുക എല്ലാം അങ്ങോട്ട് തുറന്നു പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. അങ്ങനെ ഞങ്ങളെ പോക്ക് ഏകദേശം, കാരണം നമ്മൾ ഇവിടുന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇവിടെ ബാംഗ്ലൂർ വരെ ബൈക്കിന്, ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ നമ്മൾ ഡൽഹി, അങ്ങനെ ഫ്ലൈറ്റ്, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എന്താക്കി വീട്ടിൽ നിന്നൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ശരിയാക്കി ഇറങ്ങി വന്ന് തലേന്ന് ഉമ്മാൻ്റെ ഓപ്പറേഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മാനെ നമ്മൾ തലേന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ ഉമ്മയും എൻ്റെ ആങ്ങളെയും ഉപ്പ പിന്നെ അതേപോലെ എൻ്റെ ബ്രദറിൻ്റെ വൈഫോ ഒക്കെ തന്നെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. നല്ല മോളല്ലേ. അപ്പോൾ അങ്ങനെ ഓരോന്നുണ്ടായി. ഞങ്ങൾക്ക് എന്തായാലും പോവാണ്ടൊക്കെ നടക്കൂലായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അതായത് എന്നൊക്കെ പെട്ടെന്ന് തന്നെ തിരിച്ച് ഗൾഫിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും പറഞ്ഞ് പോവാണ്ടൊക്കെ ഉണ്ടായി, ഇനി പോകാൻ അത്രയല്ലേ ഉള്ളൂ, എന്തായാലും ഇനി പോയിക്കോ എന്ന്. അങ്ങനെ നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്തതായിരുന്നു. പ്ലാൻ ചെയ്യുന്നതിനും ചെയ്യുമ്പോഴൊന്നും അറിയില്ല കേട്ടോ. ഉമ്മാക്ക് ഇങ്ങനെ സൂക്കേട് പെട്ടെന്നുള്ള കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. സോറി കഴിച്ച് ഇവിടെ എൻ്റെ ട്രൈപ്പോഡൊക്കെ പൊളിച്ചിടും. നല്ല മോളല്ലേ, ഇങ്ങോട്ട് വാ. അങ്ങനെ നമ്മളെന്താക്കി ഇങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ പിന്നെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ട്രിപ്പിനെ പോകാനുള്ള കാര്യത്തിൽ ഇറങ്ങി. എനിക്കാരെ വേറൊരു ഫ്രണ്ടും വൈഫും കൂടെ ഉണ്ട്. അവരുടെ വൈഫിനെ എനിക്ക് നേരത്തെ അറിയുന്നതുകൊണ്ട് നമുക്ക് വലിയ ചടപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെന്താക്കി ഇവിടെ നിന്നെല്ലാം പോകാൻ വേണ്ടി ഒക്കെ സെറ്റ് ചെയ്ത് ബൈക്കിൽ സാധനങ്ങളൊക്കെ കെട്ടി നമ്മളങ്ങനെ ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഛർദ്ദിച്ചിട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് ഛർദ്ദിച്ച്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ചിലപ്പം പോകാൻ നേരത്തെ കഞ്ഞിയാണ് കുടിച്ചത്, മനസ്സിലായിട്ട് കുഴപ്പമില്ല, കറണ്ട് പോയത് സാറിൽ. അങ്ങനെ പോകാൻ നേരത്തെ കഞ്ഞി ആയിരുന്നുണ്ടോ കുടിച്ചത്. അപ്പം കഞ്ഞി കുടിച്ചത് കൊണ്ട് എനിക്ക് ഛർദ്ദിച്ചത്, സാധാരണ അങ്ങനെ കുടിക്കലില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കസാര ഇവിടെ കാണുമ്പോൾ എന്തോ ഒരു മാതിരി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. പിന്നെ പോകുന്ന പോക്കിൽ മൊത്തം എനിക്ക് ഛർദിയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഛർദി നിൽക്കുന്ന തന്നെ ഇല്ല. അങ്ങനെ പിന്നെ എനിക്ക് വലുതായിട്ട് ഡേറ്റും തെറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് അങ്ങനെ ചിന്തിക്കുന്നില്ല. ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ പ്രഗ്നൻ്റ് ചെയ്യുന്നുണ്ട്. ആ കഥയ്ക്ക് ഞാൻ എന്തായാലും വയ്യ പറഞ്ഞു പോകുന്നതിൻ്റെ കൂടെ തന്നെ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക മാനന്തവാടി എത്തി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് ചായ കുടിച്ചപ്പോൾ അതും ഛർദ്ദിച്ച്. ഇതേപോലെ പോകുന്ന പോക്കിൽ നിർത്തുന്ന സ്പോട്ടിലൊക്കെ എനിക്ക് ഛർദ്ദിക്കലെൻ്റെ പണി. ഈ യാത്ര ഛർദി അതെല്ലാം അങ്ങനെ പോയിട്ടോ. അങ്ങനെ പിന്നെ ലാസ്റ്റ് നമ്മൾ ബാംഗ്ലൂർ എത്തിയപ്പം നോക്കാൻ്റെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരെ റൂമിലായിരുന്നു നമ്മൾ ഫസ്റ്റ് ഫ്രഷപ്പ് ആവാൻ വേണ്ടി പോയത് കേട്ടോ. അവിടെ നിന്ന് ഞാനും നോക്കാൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിൻ്റെ വൈഫ് ഫസ്റ്റ് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ചിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പുറത്തെ റൂമിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഒരു കന്നഡയോ അങ്ങനെ എന്തോ ആണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെന്തോ സംസാരിച്ച് ചിരിച്ചപ്പോൾ ഇവർ വിചാരിച്ച് ഇവരെ പറ്റിയ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓരോ ഭാഷയിൽ എന്തെല്ലോ ചീത്ത പറഞ്ഞു കേട്ടോ.
ഞങ്ങൾക്ക് ചിരി നിർത്താൻ പറ്റില്ല. അന്നേരമാണെങ്കിൽ ഷനൂക്കും നുക്കാൻ്റെ ഫ്രണ്ട്സും ഒക്കെ താഴെ പോയി ഞങ്ങൾ ഫ്രഷ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഫ്രഷ് ആയി പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ ചിരി കണ്ടിട്ട് ഇവരെന്തോ പറയുകയാണെന്ന് വിചാരിച്ചിട്ട് ഈ പെണ്ണുങ്ങന്മാർ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു. ചീത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്തല്ലോ നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല, കാരണം ഓരോ ഭാഷ നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ എന്തെല്ലോ രീതിക്ക് ചീത്തയെല്ലാം പറഞ്ഞ് അങ്ങനെയൊക്കെ ആയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഡൽഹി കയറി. പിന്നെ കണക്റ്റഡ് ഫ്ലൈറ്റ് എന്തോ ആയിരുന്നുള്ളൂ ഞങ്ങൾക്ക് അന്ന്. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലൊക്കെ കയറി. പിന്നെ നമ്മൾ മണാലിയിൽ നിന്ന് ഡൽഹിയിലെത്തി. ഡൽഹിയിൽ കറങ്ങിയതിന് ശേഷം നമ്മൾ അവിടുന്ന് ബസ്സിനായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ആ ബസ്സിന് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പിലാണ് വേറെ സ്റ്റോപ്പ് പോയിട്ട് ഇറങ്ങിയിട്ടോ. ആ സ്റ്റോപ്പിൽ എത്തിയ സമയത്ത് എന്നിട്ട് ഞങ്ങൾ എന്താ പറയുക, അവിടെ നോക്കുമ്പോഴെങ്കിൽ ആരുമില്ല. ഞങ്ങൾ ഈ 4 ആൾക്കാർ മാത്രം, 2-3 ബാഗും സാധനങ്ങളും പിടിച്ച് ഞങ്ങൾ മാത്രം. അങ്ങനെ അവിടുത്തെ പോലീസ് വണ്ടി അങ്ങനെ എന്തോ വന്നിട്ട് ഇവരോട് ചോദിച്ചു ഇങ്ങനെ എന്താണ് സംഭവം. ഓരോ വിചാരം നമ്മൾ കപ്പിൾസ്, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല എന്നാണ് കേട്ടോ അവർ വിചാരിച്ചൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവരോട് ഞങ്ങൾ കാര്യം പറഞ്ഞ സമയത്ത് ഓരോ പോലീസ് ജീപ്പിൽ ഞങ്ങൾ എന്താക്കി ബസ്സിൻ്റെ മുന്നിൽ, അതായത് അവിടുന്ന് പിന്നെ ഞങ്ങൾക്ക് എത്തേണ്ട സ്പോട്ടിലേക്കുള്ള ബസ്സിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് നേരെ നിർത്തി തന്ന് ഞങ്ങൾ അതിൽ കയറി. അങ്ങനെയൊക്കെ ചെയ്തിട്ടോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ യാത്രയൊക്കെ ഒക്കെ ഭയങ്കര ഓർക്കാൻ പറ്റിയ യാത്രകളാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ പോലീസ് ജീപ്പിലൊക്കെ പോയി ബസ്സിൻ്റെ മുന്നിൽ, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ ബസ്സിൻ്റെ മുന്നിൽ കൊണ്ടിട്ട് ജീപ്പ് നിർത്തുന്നത്, നമ്മളതിൽ കയറ്റുന്നത്, അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഭയങ്കര രസമായിരുന്നു അന്ന്. പിന്നെ നമ്മൾ മണാലിയിൽ എത്തിയപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ ഈ ഓറഞ്ചിൻ്റെ സീസൺ ആയിരുന്നു കേട്ടോ. ഓറഞ്ചൊക്കെ നിറച്ചും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ആ ടൈമിൽ ഭയങ്കരമായിട്ട് ഓറഞ്ച് കഴിക്കാനൊക്കെ പോകും. നമ്മൾ പ്രഗ്നൻ്റ് ആണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഞാനൊക്കെ ഇങ്ങനെ പറയും, അഥവാ നമുക്ക് ഉണ്ടെങ്കിൽ പോയിക്കുണ്ടാവും ചിന്നു, എന്തായാലും നമുക്ക് കിട്ടൂല. കാരണം നമ്മൾ അത്രയും ലോങ് യാത്ര ചെയ്ത് നമ്മൾ വീട്ടിൽ നിന്ന് ബാംഗ്ലൂർ വരെ ബൈക്കിന് ഉള്ള ഹമ്പ് കട്ടർ സംഭവങ്ങളൊക്കെ ചാടി അങ്ങനെ പോയതല്ലേ. അപ്പം എന്നോട് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടൂല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാനും ഞങ്ങൾക്ക് ബേജാറായിരുന്നു. കാരണം അഥവാ ഉണ്ടെങ്കിൽ പോയിക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഭയങ്കര ബേജാറായിരുന്നു. ഇനിയിപ്പം ഞങ്ങൾ അഥവാ ഉണ്ടെങ്കിൽ തന്നെ തിരിച്ചിങ്ങോട്ട് പോരേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ടെസ്റ്റ് ചെയ്യാൻ നിന്നില്ല. അങ്ങനെ ഞങ്ങൾ മണാലി എത്തി. അവിടെ നിന്ന് എനിക്ക് ഓറഞ്ച് കഴിക്കാൻ പൂതിയായി. അങ്ങനെ നമുക്ക് ഓറഞ്ചൊക്കെ കൊണ്ടു തന്നു. പക്ഷെ നമ്മൾ അതൊക്കെ സെറ്റായിട്ടോ. അതിനുശേഷം പിന്നെ എനിക്കിങ്ങനെ എല്ലാവരെയും വിളിക്കുന്ന സമയത്ത് ഇവിടെ എൻ്റെ പുരയിൽ ഉമ്മ ഒരു നെയ്യപ്പം ഉണ്ടാക്കും. ആ നെയ്യപ്പം തിന്നാൻ പൂതിയായി. നീറ്റാടിപ്പം ഉണ്ടാക്കുന്ന വെള്ളരിക്കറിയും ഉമ്മാൻ്റെ അച്ചാറൊക്കെ ഉണ്ട്, അതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് അവിടുത്തെ ഫുഡോ കാര്യങ്ങളോ സ്മെല്ലോ ഒന്നും എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഫ്രണ്ട്സും ഇങ്ങനെ പറയുന്നുണ്ട് ഇവളെ കൊണ്ടത് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ടാണൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം എനിക്ക് ഫുഡ് പറ്റുന്നില്ല, സ്മെല്ല് പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്രയൊക്കെ അടിച്ച് പൊളിച്ച് നല്ല യാത്ര ചെയ്യുന്നുണ്ടോ. ഞങ്ങൾക്ക് ഇപ്പോൾ ഓർത്തിരിക്കാൻ പറ്റിയ ഭയങ്കര മെമ്മറീസ് ഉള്ള ഒരുപാട് നല്ല യാത്ര ചെയ്യുന്നു. പിന്നെ പാത്തോണി നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ആ കാര്യം ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പം തന്നെ 13 മിനിറ്റായി. അപ്പം എന്തായാലും അടുത്ത പിന്നെ ഇതിലുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ, അതായത് ഞങ്ങൾ മണാലി പോയ സമയത്തുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ആയിട്ട് എന്തായാലും കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ഇതേപോലെ തന്നെ ഞാൻ കുറച്ചധികം ഞാൻ പറഞ്ഞ് തീർക്കാം. ഇനി ഏകദേശം ഒരു 1-2 വീഡിയോസിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പാത്തുവിനെ പ്രഗ്നൻ്റ് ആയതും പിന്നെ എന്താ പറയുക മൂപ്പര ആക്സിഡൻറ്റും കാര്യങ്ങളും അത് എനിക്ക് തോന്നുന്നില്ല എന്നെക്കൊണ്ട് പറയാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. ഇൻഷാ അള്ളാ ഞാൻ പറ്റുന്നിടത്തോളം ഞാൻ പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ബൈ.